മിസ്റിലെ ഒരാൾ വന്ന് മിസ്റിലെ ഒരാൾ ഉംറത്തുക്ക് വരുമ്പോൾ ഹജ്ജിക്ക് വേണ്ട സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തെച്ചു നിൽക്കുന്നത്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു വന്ന് ഇയാൾ കേൾക്കുന്നത് നമുക്ക് 3 ക്വസ്റ്റ്യൻ കേൾക്കും, ಅದಕ್ಕೆ നിങ്ങൾ ആൻസർ ആക്കും, ഒക്ക അല്ലേ ചൊന്ന ആൻസർ ആക്കും. അപ്പൊ എന്തൊരു കേച്ചൊന്നപ്പോ ഇതേ 3 ആരോപ ഇട്ടിക്കറ് അയാൾ കേൾക്കരുത്. ഉസ്മാൻ റളിയല്ലാഹു ബദർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിരാ ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു ഉഹുദ് യുദ്ധത്തിൽ പെറുതിരിഞ്ഞു ഓടിരാ ഇല്ലേ? ഓക്കെ, ഓടിര്. ഉസ്മാൻ റളിയല്ലാഹു ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല, ഒക്കല്ലേ? ഓക്കെ, ആക്കിയിട്ടില്ല. അല്ലാഹു അക്ബർ. അയാൾ ഉദ്ദേശിച്ച ആ ഒരു ആൻസർ അയാൾ കിട്ടിയിട്ട് അയാൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഞ്ചുകൊണ്ട് ഇഞ്ഞവ താൽ ഇവിടെ അതിന് വിശദീകരണം എന്താണ് ആക്കുക, അതിൽ പിന്നെ നീ എഞ്ചു പോകും. അങ്ങനെ ഒന്നൊന്നേ ഇബ്നു ഉമർ റളിയല്ലാഹു എന്താക്കുന്നത് വിശദീകരിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني علما. പിർസത്തോ സത്യവിശ്വാസിനിമാരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ಜೀವನ ಚರಿತ್ರೆ ವಿಶದೀಕರಿಸಿರದಾಯೋ ಈ ಒಂದು ಕ್ಲಾಸರೋ ಎಲ್ಲವಾಮತ್ತೆ ಕ್ಲಾಸಲ್ಲಿ ಟಿಕ್ಕರು ನಂಗಿಂದೂടെ ഒട്ടിಗೆ ഇരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അലവടിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ നിപ്പാട്ടിയ ഭാഗ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമം സഹാബിമാരും ഉംറത്തുക്ക് പുറത്തായപ്പ അവിടെ മദീനത്തെ അങ്ങ ബന്നാർ ഉംറക്കു മക്കത്തെ മുട്ട ബന്നാർ ഹുദൈബിയ തോൽ ബന്നാർ. പിന്നെ ഹുദൈബിയ ചൊല്ലുற ജാഗില് മക്ക മുശ്രിക്കുമാരില് കൊറിയാൽമാർ അങ്ങ മുസ്ലിമീങ്ങളെ മക്കത്തേക്ക് എൻട്രാവാത്ത പോലെ അവിടെ വെച്ചിട്ട് അങ്ങ് അവിടെ തടഞ്ഞാർ. അതിൽ ഒന്നാമത്തേത് ബുദൈൽ ചൊല്ലുற ആള്, അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ചൊല്ലുற എന്തിരെ നബിയെ നിങ്ങളെ തടയുകയിട്ട് നിങ്ങളൊട്ടിಗೆ യുദ്ധ ആക്കുകയിട്ട് ഒരു വിഭാഗാൽമാർ അവിടെ റെഡി ആയിട്ട് നിன்றார். അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളൊട്ടിಗೆ ചൊല്ലുற ഞങ്ങൾ യുദ്ധത്തിക്ക് ಬಂದಂಗಲ್ಲ, ഞങ്ങൾ ഉംറാക്കുകയിട്ട് ಬಂದಂಗ. ഇനി നിങ്ങൾ ഒപ്പന്തത്തിക്ക് റെഡി ഉള്ളാറുണ്ടായി ഞങ്ങൾ അതുക്കും റെഡി ഉള്ള. അതേപോലെ ഞങ്ങളെ ആൾക്ക് ഞങ്ങൾ ഉംറാക്കിയിട്ട് ഞങ്ങളെ ആൾക്ക് ഞങ്ങൾ പോണ്ട. അതല്ല, നിങ്ങൾ യുദ്ധത്തിಗೆ റെഡി ഉള്ളാറുണ്ടായി ഞങ്ങൾ യുദ്ധാക്കുക റെഡി ഉള്ള. അപ്പൊ ഈ വിഷയം അയാൾ അവിടെ പോയിട്ട് എത്തുപാട്ടിയപ്പ ഖുറൈശിമാരില് 2ാമത്തെ ഒരാളെ കടത്തിയെത്തി അല്ലെ, മക്രസ് ഇബ്നു ഹഫ്സ്. അയാൾ ಬಂತು പൽക്ക് പറഞ്ഞിട്ട് നബി അയാളൊട്ടിಗೆ അതേ വിഷയത്തിക്ക് ചൊല്ലു. 3ാമത്തെ ആള് ഹലീസ് ഇബ്നു അൽഖമ, അയാളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വിഷയം ചൊല്ലു. പിന്നെ 4ാമത്തെ ആള് ഉർവത്ത് ഇബ്നു മസ്ഊദ്, അയാൾ ಬಂತು ഭയങ്കരമായിട്ട് സഹാബികളെ ദൂരിട്ട് ആ ഒരു രൂപത്തിലേക്ക് അയാൾ പൽക്ക് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിക്ക് ആൻസർ ആക്കിയതും അതിൽ പിന്നെ അയാള് മുശ്രിക്കുമാരോട്ട് അതായത് ഖുറൈശിമാരോട്ടിക്ക് പോയിട്ട് ഈ ഉർവ ചൊല്ലുற ആള് എന്താക്കര് ഖുറൈശിമാരോട്ടിക്ക് പോയിട്ട് സഹാബിറങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരോട്ടിക്ക് എത്രത്തോളം പിർസയിന്ത് ചൊല്ലുறது അയാളോട് വിശദീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണും. അയാൾ ചൊല്ലുற ഐ ഖൗം, ഏ ഖൗമേ വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസർ വകിസ്റ. അല്ലാഹു വൈത്തിക്കർ സത്യ കിസ്റ കൈസർമാരുടെ മുട്ട പോകില്ല ചാൻസ് നക്കി കിട്ടിയത്. അവിടെ നാ പോയിട്ടിന്നെ. വൻ നജാഷി, അതേപോലെ നജാഷിയുടെ മുട്ട നാ പോയിന്നെ. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. അല്ലാഹു വൈത്തിക്കർ സത്യ കിസ്റ കൈസർമാർ ആ രാജാക്കന്മാരുടെ അനുയായിമാർ അങ്ങനെ രാജാക്കന്മാരെ ആദരിച്ചത് നാം നോക്കിയത് മാത്ര മുഹമ്മദ് നബിയുടെ അനുയായിമാർ മുഹമ്മദ് നബിയെ ആദരിച്ച പോലെ വേറെ ഒരു അനുയായിമാരും ഒരു രാജാക്കന്മാർ ആദരിച്ചത് നാം നോക്കിയിട്ടില്ല. അത്രമാത്ര മുഹമ്മദ് നബിയുടെ അനുയായിമാർ മുഹമ്മദ് നബിയെ ആദരിച്ചു ഉള്ളാറ്, ബഹുമാനിച്ചു ഉള്ളാറ്, പിർസാക്കി ഉള്ളാറ്. എത്രത്തോളം ചൊന്നെങ്കിൽ വല്ലാഹി ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹു. അങ്ങനെ കൂട്ടത്തിൽ ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിയെങ്കിൽ ആ തുപ്പൽ നിലത്തുകളിൽ പോയിട്ട് വീഴുറി. അങ്ങനെ കയ്യിൽ ആരെയും ഒരാളെ കൈക്ക് പോയിട്ട് വീഴും. ചൊന്നെ അതുക്ക് വേണ്ടിയിട്ട് അങ്ങ്
എന്താക്കി തിന്നാറ്, തിരക്ക് കൂട്ടി വന്നു, അതുക്ക് വേണ്ടിയിട്ട് അങ്ങ് റഷായും തിന്നാറ്. അതേപോലെ ഫദലക ബിഹാ വജ്അഹു വജൽദഹു, ആ തുക്നേർ അങ്ങനെ തടികും അങ്ങനെ മുഖത്തും അങ്ങ് വർഷു തിന്നാറ്. വഇദാ അമറഹും ഇബ്തദറു അംറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പമേ അത് ആക്കുകയിട്ടങ്ങ ഓടി തിന്നാറ്. വഇദാ തവദ്ദഅ കാദു യഖ്തതിലൂന അലാ വുദൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ആക്കി തിന്നെങ്കിൽ ആ വുദൂറെ തന്നിക്ക് വേണ്ടിയിട്ട് അങ്ങ് അടിയാക്കി തിന്നാറ്. വഇദാ തകല്ലമ ഖഫദു അസ്വാതഹും ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഒന്ന് പൽക്ക പറഞ്ഞെങ്കിൽ അതിലെ കാത് കൂർപ്പിച്ചിട്ട് അങ്ങ് കേട്ടു തിന്നാറ്. വമാ യുഹിദ്ദൂന ഇലൈഹി നദറ തഅലീമൻ ലഹു, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അങ്ങ് കൂർപ്പിച്ചിട്ട് നോക്കിയോ ഇല്ല ಅಂತ, ഇങ്ങനെ തുറിച്ചിട്ട് ഇങ്ങനെ നോക്കിയോ ഇല്ല ಅಂತ. കാരണം നബിറൊട്ടിക്കുള്ള ആദർവ്, നബിറൊട്ടിക്കുള്ള റെസ്പെക്റ്റിൽ അങ്ങനെ കണ്ണിറങ്ങ കീഴാക്കി ഇന്നാറ്. ഇതേറ്റിക്കರು ഉർവത്ത് ഇബ്നു മസ്ഊദ് ആ ഖുറൈശിമാരൊട്ടിಗೆ പോയി ചൊല്ലറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ സഹാബിറങ്ങൾക്ക് ഇന്നതായി ആ പിർസത്തെ ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. എന്തും റെഡിയുള്ളങ്ങ, എന്ത് ത്യാഗത്തും അങ്ങനെ ജീവ കൊടുക്കുകയും അങ്ങ് റെഡിയുള്ളങ്ങ ചൊല്ല ರೂಪത്തിലേറ്റിക്കറ അയാൾ പൽക്കവർ. ഈ ഒരു ഭാഗ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല ചൊല്ലറ ഒരു പൽക്കുണ്ട്. അതായത് ഉർവ വന്നപ്പ സഹാബിറങ്ങ ഇങ്ങനെ ആക്കുകൊല്ല കാരണം എന്തേ, നബിരൊട്ടിಗೆ നമുക്ക് എത്ര പിരിസുണ്ടുണ്ട് കാട്ടി കൊടുക്കുകയറ്റേക്ക്. ഉർവ എന്താക്കുന്ന അയാൾ എന്താക്കിയത്, നിന്റെ വിട്ടിട്ട് അങ്ങ് ഓടുവാറ്, നിന്റെ വിട്ടിട്ടു അങ്ങ് ഓടുവാറ്, പാതിൽ ഓടുവാറ്, അങ്ങനെ നമ്പിട്ട് നീ ഉല്ലമാ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമസാക്കിട്ട് പൽക്ക പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടുറങ്ങ് അല്ലാണ്ട് കാട്ടുകയറ്റേക്കറ് സഹാബിറങ്ങ് എന്താക്കി ಬೇಂಬೇನುಂಟು ಯಾರ ಆ ഒരു ടൈമില് ಯಾರನ್ನು ಬಿರ್ಸ പ്രകಟಾക്കിയത് ಐತಿಕ್ಕರು നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കൂല ഒരു പാട്ട് ചൊന്നെങ്കിൽ മുസ്ലിമീങ്ങ ചില സന്ദർഭത്തിൽ എന്താക്കണു, ഞങ്ങളെ ദീനിൽ എത്ര നമുക്ക് പിർസ ഉണ്ടു ശത്രുമാർക്ക് കാട്ടി കൊടുക്കണം. ഞങ്ങളെ എതിർക്കറങ്ങ, ദീനിനെ എതിർക്കറങ്ങ, ഇസ്ലാമിനെ തകർക്കുകയായിട്ട് നോക്കറങ്ങ, അങ്ങനെ എതിർക്കലും ഞങ്ങൾ കാട്ടി കൊടുക്കണായതെറ്റിക്കറി. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ആക്കിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിർസാക്കിയിട്ട്, അല്ലാണ്ട് ബൊബ്ബിട്ടിട്ടും ഉദ്രേക കാട്ടിട്ടും അല്ല. അല്ലേ എൻ്റെ എന്തിന് ഉള്ള താടിനെ പഠിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വീക്കുകയോ ഉള്ള താടിനെ പഠിച്ചിട്ട് അങ്ങനെ ആ പാശ്ചാത്യ സംസ്കാരത്തിക്കറി ഇന്റെ ആൾമാർക്ക് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ അങ്ങനെ ശത്രുമാരെ പിർസക്കിട്ടൊക്കെ ഇട്ട് അങ്ങനെ പോലത്തെ ആചാരെല്ലാം ഉണ്ടാക്കറി. അതേപോലെ കൊറഗജ്ജര പൂജാക്കു ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗಿ ಬೆಲೆ ಬೆಲೆ ಮುಸ್ಲಿಂ ಲೀಡರ್ಮಾರು ಅವು ಎಂದರೆ ಎವಡುಂಡು ಅಲ್ಲಾಹರ ವಿಜಯ, ಎವಡೆ ಗಿಟ್ಟರು ಅಲ್ಲಾಹರ ಸಹಾಯ, അള്ളാഹുടെ സഹായി കിട്ടുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ ഗട്ടിപ്പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഫോളോ ആക്കുന്നവിടെ തിരിച്ചുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഒരു കാര്യം. ഏതായെങ്കിലും അങ്ങനെ ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കറ്, ഞങ്ങളെ ഭാഗത്ത് ഒരാള് അപ്പുറ പോയിട്ട് ഞങ്ങളെ ഉദ്ദേശം എന്ത് ഉണ്ടു ചൊല്ലത് ആ ഖുറൈശിമാർക്ക് അരിപ്പാട്ടി കൊടുക്കണേ. ഞങ്ങൾ എന്ത് കേട്ട് ബന്ദ്രെ ചൊന്തു ഖുറൈശിമാർക്ക് അരിപ്പാട്ടി കൊടുക്കണേ. അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിലെ അപ്പുറത്തേക്ക് കടത്തിട്ട് അങ്ങോട്ടേക്ക് പൽക്ക പരിപാട്ടുകയായിട്ട് ഉദ്ദേശിക്കുക. അപ്പൊ ಅದಕ್ಕೆ ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട്ടി ചൊല്ലറി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചൊല്ലറി. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലറു, യാ ഉമർ നീ പോയിട്ട് എന്താക്ക് അവിടെ ഖുറൈശിമാരൊട്ടിക്ക് ചൊന്നുകൊടു, ഞങ്ങൾ ಬಂದ ಉದ್ದೇಶ ಎಂದರೆ ಉಮ್ರತ್ ಗೈಟಿಕ್ರು ಬಂದರೆ ಯುದ್ಧತ್ತಿಗಲ್ಲ ಚೊಂತು ಅಂಕ ನೀ ಚೊಂದುಕೊಡು ಚೊಂತು ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಲ್ಲು. ಅಪ್ಪ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ನಬಿರೋട്ട് ചൊല്ലു, നബിയെ നന്റെ വിഷയത്തിൽ ഖുറൈശിമാരെ ಎಂದ್ರೆ ಎತ್ತರ ಅಂಗ ഖുറൈശിമാർ അർസത്തുള്ള ചൊല്ലുന്നത് നിങ്ങൾക്ക് പിടിയുള്ളതായിട്ടേക്ക് നന്റെ അങ്ക് കണ്ടോകാവില്ല. നിങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു യാറ എപ്പോ നോക്കിയെങ്കും ഖുറൈശിമാരൊട്ടിಗೆ നല്ലൊരു സ്വഭാവത്തിലല്ല ഇന്ന് അങ്ങനൊട്ടിಗೆ അർസത്തിലും അതേപോലെ അങ്ങനെ കാണുമ്പോഴത്തേക്ക് വെറുത്തു ഇന്ന ഒരാളായിട്ടിക്കറ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ അത് കഴിട്ടിക്കറ് ഉമർ റളിയല്ലാഹു ചൊല്ലു, നബിയെ നന്റെ കാണുമ്പോഴത്തേക്ക് അങ്കി എത്ര അർസം ഉണ്ട് ചൊല്ലത് നിങ്ങൾക്ക് പിടിയുള്ളതായിട്ടിക്ക്. ഇനി നാ പോയിട്ട് അപ്പുറം പോയിട്ടാണെങ്കിൽ ഒന്നാണ് നന്റെ കൊല്ലുവാറ്, അല്ലെങ്കിൽ നന്റെ ബന്ധനത്തികിടുവാറ്, നന്റെ സംരക്ഷിക്കുക നന്റെ കുടുംബത്തങ്ങ് അവിടെ ആരും ഇല്ല. അപ്പൊ അത് കഴിത്ത് നന്റെ അഭിപ്രായത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരുത്തിക്കറ് നല്ലേ. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താക്കാറ്, ആദരിക്കാറ്, ബഹുമാനിക്കാറ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംരക്ഷണം കൊടുക്കുക, അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുടെ കുടുംബമുണ്ടു.
അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു കടുത്തിട്ട് എല്ലാ തനിക്ക് ബെസ്റ്റ് ചൊന്ത് ഉമർ റളിയല്ലാഹു എന്താക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ಅಭಿಪ್ರಾಯ ಚೊಲ್ಲು. അങ്ങനെ തിക്കറ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റൊട്ടിಗೆ ചൊല്ലറി, നീ പോയിട്ട് ഖുറൈശിമാരൊട്ടിಗೆ പൽക്ക് പറഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശം എന്തിരെ ചൊല്ലത്, അതായത് ഉംറത്തുകേറ്റ് ಬಂದರೆ യുദ്ധത്തുകല്ല ಬಂದರೆ ഇനി നിങ്ങൾ ഒപ്പന്തത്തുക റെഡി ഉള്ളാറുണ്ടായി ഞങ്ങും റെഡി ഉള്ള ചൊന്തുല്ലേ ആ ഒരു വിഷയ അവിടെ ചൊല്ലുകയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്തറി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോണ്ടു, ഖുറൈശിമാരുടെ മുട്ട പോണ്ടു. അങ്ങനെ ഖുറൈശിമാരുടെ മുട്ട പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് എന്തൊരു വേണം, കഫാലത്ത് വേണം. മക്കത്തിൽ എൻ്റർ ആവുന്നുണ്ടായെങ്കിൽ ഇന്നത്തെ അതേ സിസ്റ്റം അണ്ടത്തെ കാലത്തിൽ വിന്ത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിക്ക് പോയിട്ട് റിട്ടേൺ പണ്ട ടൈമിൽ കഫാലത്ത് ആറും ഏറ്റെടുത്തിട്ടില്ല മുത്തൈമേറ്റിക്കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫാലത്ത് ഏറ്റെടുത്തു. അപ്പൊ അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് എൻ്റർ ആവടേക്ക് മുന്നോലു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കഫാലത്ത് ഏറ്റെടുക്കല് അബ്ബാൻ ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, അയാള് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കഫാലത്ത് സംരക്ഷണ ഏറ്റെടുത്തിട്ട് അങ്ങനെന്താക്കാറ് ജണ്ടാല് മക്കത്തേക്ക് പോണ്ടാർ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു വലിയ വലിയ പ്രമാണിമാരെ മുട്ട പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു ಬಂದ ಉದ್ದೇಶ ಎಂದ್ರೆ ചൊല്ലത് അവിടെ എന്താക്കത് ഉസ്മാൻ റളിയല്ലാഹു ചൊല്ലും, ನಾನು ಇವ್ರಿಗೆ ಪಲ್ಕ ಬರೆ ಬಂದರೆ ഇങ്ങനെ വിഷയ. അപ്പ ഉസ്മാൻ റളിയല്ലാഹുവിനോട്ടിಗೆ അങ്ങനെ ചൊല്ല പൽക്ക എന്തൊരു നിക്ക് വേണമെങ്കിൽ തവാഫാക്കി നീ പോ, നിക്ക് വേണേ ഉംറ ആക്കിയിട്ട് ഞങ്ങൾ എന്താക്കുക കടത്തറ നിന്റെ മുട്ര ബാക്കി ഞങ്ങൾക്ക് തങ്ങ വിടില്ല. അപ്പൊ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആ ഒരു സ്ഥാന അങ്ങനെ മനസ്സിൽ ഇന്ന് എന്തിനാ ചൊല്ലത് ഈ ഒരു പൽക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. ഉസ്മാൻ റളിയല്ലാഹു ചൊന്നാറ് നീ വേണമെങ്കിൽ ഉംറ ആക്കിയിട്ട് പോവാ, അങ്ങനെ ഞങ്ങൾ വിടില്ല. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു ചൊല്ലു വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത ചാൻസ് നക്ക് വേണുട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിടാറുണ്ടായി മാത്രം നാനും ഉംറാക്കറി, ഇല്ലണ്ടായി നാ ഉംറാക്കില്ല. അങ്ങനെ അവിടെ പിന്നെ എന്താ ഒരു ചർച്ച നടക്കറ്, എന്താക്കറ് ഏതാക്കറ് ചൊല്ലത്. ആ ചർച്ച ഇങ്ങനെ ലോങ് ആവും. അപ്പൊ ഇങ്ങനെ ലോങ് ആവുമ്പോഴത്തേക്ക് കൂടെ എന്താ ചെയ്യാറ്, മുസ്ലിമിങ്ങ ഉസ്മാൻ റളിയല്ലാഹു പോയി ഉസ്മാൻ റളിയല്ലാഹു കാണ്ടില്ല എന്ത് റിട്ടേൺ വന്നോ ഇല്ല ചൊല്ലത്. ഇവിടെ മുസ്ലിമിങ്ങക്ക് പേടിയാവും സ്റ്റാർട്ട് ചെയ്ത് ചൊമ്മനാറയിത്ത് പോയി ഉസ്മാൻ റളിയല്ലാഹു ಬಂಡದು ಕಾಂಡಿಲ್ಲ ಅಂಟಾവുമ്പോഴത്തേಗೂ അങ്ങനെ മനസ്സിൽ ಬಿಯಾರ ಬಂತೆಂದ್ರೆ ഉസ്മാൻ റളിയല്ലാഹു അങ്ങ കൊന്നു വിട്ടാറാ ചൊന്തു അങ്ങ മുസ്ലിമിങ്ങ പേടിച്ചാർ. അപ്പൊ ഒരാളെ മനസ്സിലിങ്ങനെ പറയുമ്പോൾ അയാളിങ്ങനെ പിന്നെ ഒരാളോട് ചൊല്ലു അയാൾ ഐറ്റിക്കു അവിടുത്തെ പിന്നെ എന്തായിട്ട് അത് ഗ്യാരണ്ടി ആവും. അത് സാധാരണ അങ്ങനെ ഇറ്റിക്കറ് ഞങ്ങളുടെ രാജ്യത്ത് ഫസ്റ്റ് ഐറ്റിക്കർ സ്റ്റാർട്ട് ആവുന്നത് പിന്നെ അത് ഗ്യാരണ്ടി ആവും. അതേപോലത്തെ വിഷയ സഹാബി ഞങ്ങളുടെ നാട്ടിൽ എന്തായിട്ട് അവിടെ കൊന്നാറ് കാണിട്ടുണ്ട് പിന്നെ അത് കൊന്നാറുണ്ടായിട്ട് അങ്ങനെ പിന്നെ അത് ഇടീ സഹാബി ഞങ്ങളുടെ നാട്ടിലും പ്രചാരമായിട്ട് ഈ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എത്തിത്ത്. അപ്പൊ ഇത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു മറയിന്ത്, ആ ഉദൈബിയ സന്ധിയിൽ അവിടെ ഒരു മറയിന്ത്. ആ മരത്തെ കീഴിൽ അതിരെ തണല് തെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും വിളിച്ചു കൂടിയിട്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടിಗೆ യുദ്ധാക്കാൻ പോണ്ട വിഷയമില്ല, ഒന്നാ ഞങ്ങൾക്ക് വിജയ ഇട്ടിക്കറ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷഹീദ് ഇട്ടിക്കറ്. നിങ്ങൾ ആറും ನಂಡೆ ಬಿಟ್ಟುಟ್ಟು ಪೆರು ತಿರ್ഞ്ഞു ಓಡಿಲ್ಲ ಚೊಂತು ನಕ್ಕ ನಿಂಗೆ ಎಂದಾಕರು ಬೈ ಅತ್ತಾಕರು ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಎಲ್ಲ ಸಹಾಬಿಗಳನ್ನು ಬಿಲ್ಚು ಬಿಟ್ಟಿಟ್ಟು ನಬಿ ಕೈ ಕಾಟಿಟ್ಟು ಎಂದಾಕರಿ ಬೈ ಅತ್ತಾಕು ಚೊಲ್ಲು. അപ്പോൾ സാധാരണ സ്വാഭാവികമായിട്ട് കയ്യിൽ ആയുധില്ല, കയ്യിൽ ആയുധങ്ങൾ പിടിച്ചിട്ടില്ല, വലിയ വലിയ ആയുധമൊന്നും ഇല്ല. അപ്പൊ ഇവർ യുദ്ധാക്കൊക്കെ ಬಂದರಲ್ಲ ഉംറാക്കൊക്കെ ഇട്ട് ಬಂದರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിക്ക് ഇങ്ങനെ ആഹ്വാനാക്കി കൊള്ളുമ്പോൾ ആഹ്വാനാക്കരുത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു പേടി സഹാബികൾ മനസ്സിൽ ಬಂತು. ആയങ്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫസ്റ്റ് നബിയുടെ കൈക്ക് ബൈഅത്ത് ആക്കിയ ആള് അസദ് ഗോത്രത്തോ അബൂ സിനാൻ ചൊല്ற ആളെ ഇട്ടിക്ക്. അബൂ സിനാൻ അയാൾ എന്താ നബിയുടെ കൈക്ക് ബൈഅത്ത് ആക്കി ചൊല്ற നബിയെ എന്തായെങ്കിലും നിങ്ങളെ വിട്ടിട്ട് ഞങ്ങൾ പെറു തിരിഞ്ഞു ഓടില്ല, ഞങ്ങൾ യുദ്ധത്തിക്ക് റെഡിയുള്ള ചൊന്തയിട്ടിക്ക് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ആക്കി. അങ്ങനെ പിന്നെ അയാൾ ബൈഅത്താക്കിയപ്പോൾ ഓരോരുത്തരും വന്നിട്ട് എന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് ബൈഅത്താക്കിയാറ്. അതേ ടിക്കറ് ചരിത്രത്തിൽ അറിയപ്പെടുറേ ബൈഅത്തുർ റിദ്വാൻ അല്ലേ. ആ ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയക്ക് വലിയ മഹത്വമുണ്ട്. ആ മഹത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ചൊന്നു, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലും ചൊന്നത് നമുക്ക് കാണാൻ സാധ്യം. ആ മരത്തെ കൊമ്പു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ തട്ടി വീണിട്ട് ആ നബിയുടെ തലക്ക് തട്ടാണ്ടിക്കുകയിട്ട് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അയാൾ ആ കൊമ്പിങ്ങനെ
വൈറ്റി പിടിച്ച് തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದರ ಅಡಿಲ್ ತೆಚ್ಚಿಟ್ಟು ಎಲ್ಲ ಸಹಾಬಿರங்களை ಬಿಲ್ಚು ಕೂಟಿಟ್ಟು ಬೈಅತ್ ಆಕುಬಾಟು ಇಂತು. இமாம் புகாரி ரிப்போர்ட் ஆக்குற ஒரு ஹதீஸில் காண்டு நாஃபி ரலியல்லாஹு அன்ஹு சொல்றே. நாஃபி ரலியல்லாஹு அன்ஹு இப்னு உமர் ரலியல்லாஹு அன்ஹுடைய மௌல சொன்னே அடிமைட்டினால மோச்சனாக்கிங்க பின் அங்க மௌலைட்டி. அப்ப நாஃபி ரலியல்லாஹு அன்ஹு சொல்றே, இன்னன் நாஸ யதஹத்தஸூன அன்ன இப்னு உமர் அஸ்லம قبل உமர். ஆல்மார்ல சொன்னோ இன்னாரு உமர் ரலியல்லாஹு அன்ஹுடைய காண ஃபர்ஸ்ட்க்கு இஸ்லாம் ஐரே உமர் ரலியல்லாஹு அன்ஹு மூணு ஃபர்ஸ்ட்க்கு உமர் ரலியல்லாஹு அன்ஹு மூணு இஸ்லாம் ஐரே പിന്നെ ഇത്തിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമൈരേറ്റ് ചൊന്നു ഇന്നാർ. അതെന്തൊരു വിശേഷം എന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് ബയ്യത്താക്കുമ്പോൾ ഫസ്റ്റ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത്തിക്ക് ബയ്യത്താക്കിരെ പിന്നെ ഇത്തിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ബയ്യത്താക്കി. അതിനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആക്കിയിട്ട് കുറെ ആൾമാർ എന്തൊരു ചൊന്നു ഇന്ന് ഫസ്റ്റ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത്തിക്ക് ഇസ്ലാം സ്വീകരിച്ചത് പിന്നെ ഇത്തിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ നാഫി റളിയല്ലാഹു അൻഹു சொல்ற വലൈസ കദാലിക് അങ്ങനെ അല്ല വിഷയം എന്തൊരു ചൊന്നെങ്കിൽ ഈ ബൈഅത്തുർ റിദ്വാന്റെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്ന വിഷയം കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് റെഡി യുദ്ധാക്കും. ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കി ಬೇಗ ಯುದ್ಧത്തെ ಡ್ರೆಸ್ ಎಲ್ಲ ಇಡ್ರು ಪಡೆಯಂಗಿ ಇಡ್ರು ಮೋಂಡ್ರೊಟ್ಟಿಗೆ ಚೊಲ್ರು ನಂಡೆ ಕುದುರೆ ಇನ್ನಿನ್ನ ಅನ್ಸಾರ್ರ ಕೈಲುಂಡು ಆ ಕುದುರೆ ನೀ ಕೊಂಬ ಚೊಂತು ಇಬ್ನು ಉಮರ್ റളിയല്ലാഹു അൻഹു ಕಡ್ತರು. ಆನೋ ಇಬ್ನು ಉಮರ್ റളിയല്ലാഹು ಅನ್ಹು ಆ ಕುದುರೆ എടുക്കുക ഇട്ട് പോമ്പത്തുಗೆ ടിക്കറ് കൂടെ മർത്തടിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് ബയ്യത്താക്ക് പാട്ടി ഉള്ളി. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് നോക്കൂ. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കുന്നു നബിക്ക് ബയ്യത്താക്കറ്. പിന്നെ ആ കുതിര എടുത്തോണ്ട് ഉമർ റളിയല്ലാഹു അൻഹുടെ മുട്ട പോണു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുടെ മുട്ട പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പടയങ്കി ഇട്ടുകൊണ്ടു. ആ ടൈമിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൾമാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എന്താക്കിയുണ്ട് ബയ്യത്താക്കിയുണ്ട് ചൊന്തു അപ്പ ഇട്ടി കുറിച്ചോളൂ. അപ്പൊ ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആക്കിയിട്ട് ಬೇಗ ഓടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് ബയ്യത്താക്കിയത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എന്തായാലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് ബയ്യത്താക്കിയത് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ബയ്യത്താക്കിയത്. അത് ഇസ്ലാം സ്വീകരിച്ച വിഷയമല്ല. ഇസ്ലാം സ്വീകരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ഇത്തിക്കറ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫസ്റ്റിಗೆ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ചൊല്ലത് ഇത്തിക്കറ് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ ഏതായെങ്കിലും എല്ലാ സഹാബിമാർ ഓരോരുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് ബയ്യത്താക്കി വിന്നാർ. അതിൽ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു അയാള് 3 വട്ട ഇത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് ബയ്യത്താക്കിയത്. ഈ ബയ്അത്തുർ റിദ്വാനിൽ 3 വട്ട ബയ്യത്താക്കിയത്. അതേപോലെ ഫസ്റ്റ് ആൾമാർ ഇങ്ങനെ ബയ്യത്താക്കുമ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ സലമത്ത് ഇബ്നു അക്വ ബയ്യത്താക്കി തോർക്ക. അങ്ങനെ ആൾമാർ ഇങ്ങനെ ബയ്യത്താക്കിയ ഒരു നടുവെത്തുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി അക്വരെ വിളിച്ചു ചൊല്ലു സലമത്ത് ഇബ്നു അക്വരെ വിളിച്ചു ചൊല്ലു ബായി യാ സലമ ഏ സലമ ബയ്യത്താക്ക്. അപ്പൊ സലമ റളിയല്ലാഹു അൻഹു ചൊല്ലു നബിയെ നാ ഓൾറെഡി ബയ്യത്താക്കിയ ഫസ്റ്റിಗೆ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಐದನ್ ಆಯ್ಗೆ ವಿನರ್ಕ ನೀ ಬಯ್ಯತ್ತಾಕ್. അങ്ങനെ ജന്നാമത്തെ വട്ട സലമ റളിയല്ലാഹു അൻഹു ബയ്യത്താക്ക്. അങ്ങനെ പിന്നെ ബയ്യത്താക്കി ആൾമാർ ഇങ്ങനെ ആക്കി ലാസ്റ്റ് എൻഡിಗೆ എത്തുമ്പോഴത്തേക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു യാ ബായി യാ സലമ സലമ ബയ്യത്താക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ സലമ റളിയല്ലാഹു അൻഹു ചൊല്ലു നബിയെ നാ ഫസ്റ്റും അതേപോലെ നടുലും നാ ബയ്യത്താക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ಐದನ್ ಎನರ್ಕ ನೀ ಬಯ್ಯತ್ತಾಕ್. അങ്ങനെ 3 വട്ട എൻഡിങ്ങിലും സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു ബയ്യത്താക്കി. അങ്ങനെ 3 വട്ട അയാൾക്ക് ബയ്യത്താക്കുള്ള ചാൻസ് കിട്ടിത്തു ചൊല്ലുന്ന ഫضല് സലമത്ത് ഇബ്നു അക്വക്ക് ഉണ്ട്. അതെന്തിനാ അങ്ങനെ സലമത്തിക്ക് 3 വട്ട അങ്ങനെ ചാൻസ് കിട്ടിയ ചൊല്ലുന്ന വിഷയത്തിൽ ഉലമാക്കന്മാർ വിശദീകരിക്കുകയും സലമ റളിയല്ലാഹു അൻഹു ആ ഒരു ശുജാഅത്തും ആ ഒരു ധൈര്യമായിട്ടിക്കറ് ചൊല്ലതായിട്ടിക്കറ്. ഞങ്ങൾ ഇരിക്കുമ്പോൾ നല്ല അയാളുടെ വിശേഷം ഒന്നിരുന്നു. അവർക്ക് മദീനത്തിക്ക് വണ്ടരെ മദീനത്തിലുള്ള ആൾമാർ വണ്ടിര എടുത്തോണ്ട് കുറെ ആൾമാർ ഓടുമ്പത്തേക്ക് കാല് ഒരേ ഒരാൾ സലമത്ത് ഇബ്നു അക്വ എന്താക്കി ഓടി പോയിട്ട് ആയത്ര ബില്ലുവാൻ അടിച്ചിട്ട് അങ്ങനെ തടയരുത് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തെ ക്ലാസ്സിലല്ല ചൊന്നതായിട്ടിക്കറ്. അപ്പൊ അത്ര നല്ല ധൈര്യശാലിയും ശുജാഅത്തിന്റെ ഒരാളായിട്ടിക്കറ് ഈ സലമത്ത് ഇബ്നു അക്വ. അപ്പൊ അയാൾക്ക് 3 വട്ട എന്താക്കിയത് ബയ്യത്താക്കുള്ള ചാൻസ് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ബയ്യത്താക്കിയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ബലത്തെ കൈ ഇങ്ങനെ വൈത്തി കാട്ടറ് ഹാദിഹി യദു ഉസ്മാൻ ഇത് ഉസ്മാന്റെ കൈയേറ്റിക്കറ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈയേറ്റിക്ക്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് എന്താക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കി ബയ്യത്താക്ക്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇല്ലാണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ ആ ബയ്അത്തുർ റിദ്വാനിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കിയ കൂലി അതിലുണ്ടു ചൊല്ലതായിട്ടിക്കറ് നമുക്ക് മനസ്സിലാക്കൂല. ഏതുപോലെ ബദ്ർ യുദ്ധത്തിൽ ഇല്ലാണ്ട് ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ കൂലി ആർക്കുണ്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. കാരണം എന്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെഞ്ഞായി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോലു റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായിട്ടുണ്ട്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീന് ഊടെ ദെയ് അല്ലെ ರೋಗಿರೆ ശുശ്രൂഷിക്ക് ഞങ്ങ പോണ്ട ചൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദെപ്പാട്ടിട്ടേ ടിക്കർ പോയി അങ്ങനെ ബന്നയിൽ പിന്നെ ഗനീമത്ത് സ്വത്ത് ആർക്ക് കൊടുത്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. അപ്പൊ അതേപോലത്തെ വിഷയത്തിക്കർ ഇതും പിൽക്കാലത്ത് ഖവാരിജുമാർ ഇസ്ലാമിന് പുറത്തുപോയ ഖവാരിജുമാർ മുനാഫിക്കുമാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദൂരിയ കൂട്ടത്തിൽ ചമ്മ വിഷയ ആരോപിട്ട കൂട്ടത്തിൽ 3 വലിയ ആരോപം എന്തിരെ? ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല. രണ്ടാമത്തെ ഉഹുദ് യുദ്ധത്തിൽ പെറുതിരിഞ്ഞു ഓടിയാള്. മൂന്നാമത്തേത് ബയ്യത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല. ഇത് വലിയ ആരോപിട്ടുണ്ട്. മിസ്റിലെ ഒരാൾ വന്ന് മിസ്റിലെ ഒരാൾ ഉംറത്തുക്ക് വരുമ്പോൾ ഹജ്ജിക്ക് വേണ്ട സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തെച്ചു നിൽക്കുന്നത്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇയാൾ കേൾക്കുന്നത് നമുക്ക് 3 ക്വസ്റ്റ്യൻ കേൾക്കും, ಅದಕ್ಕೆ നിങ്ങൾ ആൻസർ ആക്കും, ഒക്ക അല്ലേ ചൊന്ത ആൻസർ ആക്കും. അപ്പൊ എന്തൊക്കെ ചൊന്നപ്പോ ഇതേ 3 ആരോപ ഇട്ടിക്കറ് അയാൾ കേൾക്കരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിരാ? ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ പെറുതിരിഞ്ഞു ഓടിരാ? ഇല്ലേ. ഓക്കെ, ഓടിര്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല? ഒക്കല്ലേ. ഓക്കെ, ആക്കിയിട്ടില്ല. അല്ലാഹു അക്ബർ. അയാൾ ഉദ്ദേശിച്ച ആ ഒരു ആൻസർ അയാൾ കിട്ടിയിട്ട് അയാൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഞ്ചുകൊണ്ട് ഇഞ്ഞവാ താൽ ഇവിടെ വാ, അതിന് വിശദീകരണം എന്താണ് ആക്കടെ, അതിൽ പിന്നെ നീ എഞ്ചു പോകും. അങ്ങനെ ഒന്നൊന്നേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കുന്നത്? വിശദീകരിക്കും. ബദർ യുദ്ധത്തിൽ എന്ത് പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ട് അത് ഇന്നിന്റെ കാരണത്തിലേക്ക് ഉഹുദ് യുദ്ധത്തിൽ പെറുതിരിഞ്ഞു പോയി അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത് വലഖദ് അഫാ അങ്ക് നാം മാഫാക്കി കൊടുത്തേ. പിന്നെ അല്ലാഹു മാഫാക്കിയാൽ പിന്നെ എന്ത് ആരോപ? അതേപോലെ മൂന്നാമത്തേത് ബയ്യത്തുർ റിദ്വാൻ ഐരമേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാരണത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നേ ചൊന്തുല്ല ആരോപ വന്നപ്പല്ലേ. മാത്രല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കൈ വെച്ചിട്ട് എന്തൊരു ചൊന്തു? ഹാദി യത് ഉസ്മാൻ, ഇത് ഉസ്മാന്റെ കൈ ഏറ്റിക്ക് എനിക്ക് എന്തൊരു ചൊല്ലുന്നു പോ ചൊന്തു. അപ്പൊ ഇതേ ടിക്കറ് അവിടെ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയില്ല. അങ്ങനെ ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആ ഒരു ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ പോലെ നബി ആക്കിയിട്ട് അങ്ങനെ 1500 ചില്ലർ അല്ലെങ്കിൽ 1400 ചില്ലർ സഹാബിമാർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ആക്കിയാറ്. ഇല്ല ജദ്ദ് ഇബ്നു ഖൈസ്, മുനാഫിക്കായ ജദ്ദ് ഇബ്നു ഖൈസ് അല്ലാണ്ടെ വേറെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ആക്കിയാറ്. ജദ്ദ് ഇബ്നു ഖൈസ് മാത്രമേ ടിക്കറ് അണ്ട് ബൈഅത്ത് ആക്കിയിട്ടില്ല. എല്ലാവരും ബൈഅത്ത് ആക്കുമ്പോൾ ഇയാൾ വഞ്ചി തെച്ചിത്തിന്ത്, ഇയാൾ ഒരു മുനാഫിക്കായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു വകുല്ലുകും മഗ്ഫൂറുൻ ലഹു ഇല്ലാ സാഹിബൽ ജമൽ അഹ്മർ. എല്ലാവർക്കും ഈ പാർട്ടിസിപ്പേറ്റ് ആക്കി എല്ലാവർക്കും ബൈഅത്ത് ആക്കി എല്ലാവർക്കും അല്ലാഹുവിന്റെ മാഫുണ്ടു മഗ്ഫിറത്തുണ്ടു. ഇല്ലാ സാഹിബ അൽ ജമൽ അഹ്മർ, ഈ ചോപ്പ് വണ്ടിൽ തെച്ച ആളുകളാണ്ടെ. ഈ ചോപ്പ് വണ്ടിൽ തെച്ച ആള് ചൊന്നെങ്കിൽ അത് ജദ്ദ് ഇബ്നു ഖൈസ് ടിക്കറ് ചൊല്ലുന്ന മനസ്സിലാക്കും. അയാളൊട്ടിಗೆ ആൾമാർ വിളിച്ചാർ തആൽ യസ്തഗ്ഫിർ ലക റസൂലുള്ളാഹ്, ബാ ബൈഅത്താക്ക്, അല്ലാഹുവിന്റെ റസൂൽ നിക്ക് വേണ്ടിട്ട് ഇസ്തിഗ്ഫാർ ആക്ക് നിബാൻ. അയാൾ എന്താ ചൊല്ലുന്നത്? നന്റെ వంట കാനുంటైరు నా అది తేడుకోండి నాకు ఇదరంటి వెళ్ళి అదే టిక్కరి సొంత అయాలు ఆ వంట తేడుగా టిక్కర్ అయాలు పోయిదే చొల్లదు ನಂಗೆ ಮನಸ್ಲಾಕೋ ಸಾಧ್ಯ. സുബ്ഹാനല്ലാ, ഇതെല്ലാം ആലോചനാക്കുള്ളെന്തേ ഇത്ര വലിയ ഒരു ചാൻസ് ഇന്ത്, അതായത് ആ ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി എല്ലാവർക്കും അല്ലാഹു മാഫാക്കി കൊടുത്താണ്ട് ಅಂಕು ಸ್ವರ್ಗ ಗ್ಯಾರಂಟಿ ಐತಿಕ್. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂತು ಬೈಅത്തുರ್ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ ഒരാളും നരകത്തുക്ക് പോണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അത്ര വലിയ ചാൻസ് ഇന്തും ആದ್ರೆ അയാൾ എന്താക്കില്ല, എടുത്തില്ല. അതേറ്റിക്കൊരു തൗഫീഖ് ചൊല്ലു. അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. ചാൻസ് ഞങ്ങൾ എതിർല് കിട്ടിയമ്മയാവില്ല, അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. ഒരു നല്ലതാക്കുക അല്ലാഹുവിന്റെ തൗഫീഖ് വേണം ചൊല്ലു. അതേറ്റിക്ക് അല്ലേ ഔത്തുറുൽಗೆ ഹിദായത്തിന്തും ഹിദായത്ത് സ്വീകരിക്കുകയായിട്ടില്ല അബൂ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔത്തുറുൽಗಿಂತ ഹിദായത്ത് ഔത്തുറുൽಗಿಂತ ആയെങ്കും അബൂ താലിബ് എന്തായിട്ടില്ല, ഹിദായത്ത് സ്വീകരിക്കുകയില്ല, തൗഫീഖ് കിട്ടില്ല. സൽമാനുൽ ഫാരിസി ഏതാ ഒരു ജാഗിൽ ഇന്നാല് തേടിട്ട് മറുഭൂമിയിലല്ല നടന്നിട്ട് ലാസ്റ്റ് മദീനത്തുക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച ആളായിട്ടിക്കു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു. അപ്പൊ എന്തിനാ ഇതരല്ല മനസ്സിലാക്കുകയില്ല എന്ന് വെച്ചാൽ തൗഫീഖ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ മാത്രമേ നമുക്ക് ഒരു നല്ലത് അമലു സ്വാലിഹത്താക്കുക സാധ്യമാണ്. അല്ലാഹു തൗഫീഖിന് വേണ്ടി ഞങ്ങൾ ദുആർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾമാരെ മനസ്സ് നോക്കിയിട്ട് ഇത്തിക്കറി ഹിദായത്ത് കൊടുക്കുക, സ്വഭാവമല്ല. ചില ആൾമാർക്ക് നല്ല സ്വഭാവം ഇക്കറ് മാത്രം നമുക്ക് ഹിദായത്തിക്കില്ല. അപ്പൊ അല്ലാഹു എന്തരമാ ഒന്ന് നോക്കുക മനസ്സിൽ, അല്ലാഹു നോക്കുക മനസ്സേറ്റിക്കറ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളെ തടിയാ നിങ്ങളെ ആകൃതിയാ അല്ലാഹു നോക്കുക.
വലാകി യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും വഅഅമാലികും. നിങ്ങളെ അമലും നിങ്ങളെ ഖൽബേറ്റിക്ക് അല്ലാഹു നോക്കിരേ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പോൾ ഖൽബ് നോക്കിയിട്ട് ഇട്ടിക്ക് അല്ലാഹു ഓരോ കാര്യം നമുക്ക് സുലാഭാക്കി തന്നെ ചൊല്ലുന്ന നാം മനസ്സിലാക്കും. ആ ബൈഅത്തുർ റിദ്വാനിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സഹാബികളുടെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അങ്ങനെ ഖൽബിനാ നോക്കിയ അങ്ങനെ ഖൽബിനക്ക് പിടിയിട്ടുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. സൂറത്തുൽ ഫത്ഹിലെ 18ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെ വിഷയത്തിൽ ചൊല്ലുന്നത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന. മുഅ്മിനായ ആൾമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട എങ്ങനത്തെ മുഅ്മിനായങ്ങ ഇത് യുബാഇഊനക തഹ്ത അഷ്ജറതി. ആ മരത്തടിയിൽ നിക്ക് നബിയെ നിൻക്ക് ബൈഅത്താക്കിയ മുഅ്മിനായ ആൾമാരുടെ വിഷയത്തിൽ അല്ലാഹു തൃപ്തിപ്പെട്ട. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. അങ്ങനെ ഖൽബിൽ എന്തു ഉള്ളിൽ ചൊല്ലത് അല്ലാഹു പിടിയേര് അല്ലാഹു ഗൊന്തേര്. ഫഅൻസല സക്കീനത അലൈഹിം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻക്ക് സമാധാനം ഇട്ടു കൊടുത്ത. വഅസാബഹും ഫതഹൻ ഖരീബ. മുട്ടത്തിലെ അൻക്കൊരു വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത. അതായത് ഈ സംഭവം നടന്നതിൽ പിന്നെ ഖൈബർ യുദ്ധം നടക്കുക. ആ ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയത്. അപ്പൊ ഇനി ഒരു മുട്ടത്തില് അങ്ക് എന്തുകൊണ്ട് വിജയം ഉണ്ടു ചൊല്ലതും അള്ളാഹു സന്തോല വാർത്ത കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബ് നോക്കുക കൽബ് അറിയുക ചൊല്ലതെറ്റിക്ക് ഞങ്ങൾ മനസ്സിലാക്കുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു നെക്സ്റ്റ് വർഷം അണ്ടത്തെ വർഷം അങ്ക് ഉംറാക്ക് കയറ്റില്ല അങ്ങ് റിട്ടേൺ പോണ്ടി ഉണ്ട്. അത് ചരിത്ര പണ്ടേ. അപ്പൊ നെക്സ്റ്റ് വർഷ അങ്ങ് ഉംറത്തുക്ക് പണ്ടാർ സഹാബിരങ്ങ ഉംറത്ത് പണ്ട. ആ ഉംറത്ത് പണ്ട ടൈമിലും ആ ഉദൈബിയ ചൊല്ലற ജാഗ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ല റജഅനാ മിനൽ ആമിൽ മുഖ്ബിൽ. നെക്സ്റ്റ് വർഷത്തേക്ക് ഞങ്ങൾ ആ ഉദൈബിയ ചൊല്ലற ജാഗയിൽ കടന്നു പോകുമ്പോ ഫമജ്തമഅ മിന്ന ഇത്നാനി അല ശജറത്തി അല്ലതി ബായഅനാ തഹ്തഹാ. ഞങ്ങൾ അവിടെ ജണ്ട് മറയിട്ട് ആ ജണ്ട് മരത്തിൽ ഏത് മരത്തടിയിൽ തെച്ചിട്ട് ഞങ്ങൾ ബയ്യത്താക്കിരെ ചൊല്ലത് നമുക്ക് നിർണയിക്കുകയായിട്ടില്ല. നമുക്കത് കൺഫ്യൂസ് ആയിരുന്നു. അത് ഏത് മറ ചൊല്ലത് കൺഫ്യൂസ് ആയിരുന്നു. അത് ഏത് മരത്തടിയിൽ ഞങ്ങൾ ബയ്യത്താക്കിരെ ചൊല്ലത് നമുക്ക് പിടിയായിട്ടില്ല ചൊന്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലത് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യത. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലറെ കാനത്ത് റഹ്മത്തും മിനല്ലാഹ്. അത് അല്ലാഹുവിന്റെ റഹ്മത്ത് എത്തിക്കുന്നു അല്ലേ. ആ ബൈഅത്തുർ റിദ്വാനിന്റെ മർത്തെ ഗുർത്ത കിട്ടാണ്ടായത് അത് അല്ലാഹുവിന്റെ റഹ്മത്ത് എത്തിക്കറ്. ഇല്ലെങ്കിൽ എന്തൊരു അവസ്ഥ. ആൾമാർ അതിരെ പിടിച്ചിട്ട് അതിരെ ബർക്കത്തും അതിരെ മണ്ണും അവിടെ ആ മർത്തിര കൊമ്പറെ അതും ഏതും എല്ലാം എടുത്തോണ്ട് അതിരെ ബർക്കത്ത് എടുത്തു പോവാത്ത പിൽക്കാലത്ത് വന്ന് ഇത് ഈ ഹദീസ് വിശദീകരിച്ചത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ചൊല്ലു അത് അല്ലാഹുവിന്റെ റഹ്മത്ത് എത്തിക്കറ്. കാരണം പിൽക്കാലത്ത് പണ്ടക്ക് അങ്ങതിരെ പിന്നെ ബർക്കത്ത് എടുത്തു വയ്ക്കാത്ത ആ ഇബ്നു ഹജറുൽ അസ്ഖലാനി എത്രമോ വർഷത്ത് 3 വർഷം വന്നേ ഉണ്ട്. നമുക്ക് ഞങ്ങൾ കണ്ടുള്ളതുള്ളൂ കാണ്ടതേറ്റിക്കറ് വല ഏതാ ഒന്നും അത് എന്തിനുള്ള ഗ്യാരണ്ടി ഇല്ല. ആയെങ്കും അതിര കൂടില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മണ്ണ് ഒരു സനതും ഇല്ല. അത് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതിര പിടിച്ചിട്ട് കാസാക്കിയോ ഇല്ല ആൾമാർ. അത് വിത്തിട്ട് കാസാക്കി അങ്ങനത്തെ അവസ്ഥ എത്തിക്കുന്ന ഞങ്ങളുടെ റായത്തിൽ കാണ്ടി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ആക്കിയ ചട്ടി ഇങ്ങനെ എന്തെല്ലാം മങ്കാവ് ആൾമാർ ഉള്ളാറ്. അത് കേട്ടിക്കറി ഇങ്ങനത്തെ ഫായ്ദ എടുത്തോല്ല. പൗരോഹിത്യത്തെ ആൾമാർ ഇങ്ങനത്തെ ഫായ്ദ എടുത്തോല്ലത് അത് കേട്ടിക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. സത്യവിശ്വാസിമാരെ ആലിമാരിൽ ആൾമാർ നിങ്ങളെ കാസിര അന്യായമായിട്ട് തിന്നിറങ്ങേറ്റിക്കറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ ചൊന്നതേറ്റിക്ക്. അപ്പൊ അന്യായമായിട്ട് ഒരാളെ കാസിര ലൂട്ടുമ്പത്ത് കന്നങ്ങ് അറിയണു. ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിൽ അനാചാരത്തെ പെറോള് പോയിട്ടായെങ്കിൽ ആൾമാറ് ലൂട്ടറാറ് ചൊല്ലുന്നങ്ങ് മനസ്സിലാക്കും. അപ്പൊ അതിനർത്ഥം എന്തൊരു തബറുക്ക് ഇല്ലാണ്ട ഒന്നും ബർക്കത്തെടുക്കുക ഇല്ലാണ്ട ഇസ്ലാമിൽ ഇല്ല. ബർക്കത്തെടുക്കുകൊണ്ട് ഇസ്ലാമിൽ ബർക്കത്തെടുക്കുന്നതുണ്ടു. ഏതില് അള്ളാഹും റസൂലും പഠിപ്പാട്ടിയ ബസ്തില് അള്ളാഹും റസൂലും പഠിപ്പാട്ടിയ രൂപത്തില് ബർക്കത്തെടുക്കും അല്ലെ. അല്ലാണ്ട് നമുക്ക് വേന്മായതൊന്നും ഉണ്ടാക്കിയിട്ട് അതിലെ പിന്നെ ബർക്കത്തെടുക്കുന്നതല്ല. ഇപ്പൊ ഇറാഖ് ഗുഹയെല്ലാം സന്ദർശിക്കുമ്പോൾ വിസിറ്റ് എടുക്കും. അവിടെ മണ്ണെല്ലാം ബാറിട്ട് എടുത്ത വേണ്ടത് കാണും. അവിടെ ഒരു ബർക്കത്ത് ഇസ്ലാം പഠിപ്പാട്ടിട്ടേ ഇല്ല. മുതലത്തെ കാലത്തില് ഈ കാബത്തിങ്ങനെ തുണി വെച്ച് തിന്നറിയാം. ആ തുണിയെല്ലാം പറിക്കുന്ന സബറുള്ളൂ. പിന്നെ ഈ പിത്തറ മേലാക്കി കാബത്തെ തുണിയെല്ലാം അതിനെ പറിച്ചിട്ട് എടുത്തു പോയിട്ടല്ല ഇന്നാറുള്ളൂ. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ആൾമാർ ഈ അന്ധവിശ്വാസത്തിലോ അനാചാരത്തെ പെറോലേറ്റിക്കറ് പോണ്ടേ. ഇസ്ലാം ബർക്കത്തെടുക്കോ ചൊന്നൂർ. ഇപ്പൊ സംസം തന്നിൽ ബർക്കത്തുണ്ട്. ഇസ്ലാം പഠിപ്പാട്ടിയെ തെറ്റിക്കറ്. അതെങ്ങനെ ബർക്കത്തെടുക്കറ്? തടി കുറച്ചിട്ടല്ല കുടിച്ചിട്ടേറ്റിക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ടിയ രൂപത്തിൽ. അതേപോലെ ഹജറുൽ അസ്വദ് മുത്തിട്ടേത്തിക്കൽ ബർക്കത്തെടുക്കൽ. അപ്പൊ ഇങ്ങനെ ഇസ്ലാം പഠിപ്പാട്ടിയ ഓരോ കാര്യത്തിൽ ബർക്കത്തെടുക്കുകൊണ്ടു അത് ഇസ്ലാം പഠിപ്പാട്ടിയ രൂപത്തിലേറ്റിക്കൽ നാം മനസ്സിലാക്കുകയുള്ളൂ. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുറേ ആൾമാർ വന്നാറ് ഇത് ബൈഅത്തുർ റിദ്വാൻ നടന്നതായി മറാച്ചൊന്ന് അന്താജ് വെച്ചിട്ട് അവിടെ ദയിക്കുകയും അവിടെ ബർക്കത്തെടുക്കുകയും സ്റ്റാർട്ടാക്കിയാർ. ഉമർ റളിയല്ലാഹുവിനോട് വിശേഷം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു എന്താക്കി, ആ മരത്തെ വേറൊരു അടിരമ എടുത്തിട്ട് കട്ടാക്കിയിട്ടിരിക്കുന്ന നമുക്ക് ചരിത്രത്തിൽ കാണും. അതിനെ കൊത്തിയെടുത്ത് അച്ചറും ഉമർ റളിയല്ലാഹു എന്താക്കി ജാഗ്രത അന്ധവിശ്വാസ സമൂഹത്തിൽ ബറുത്തീരാ ചൊന്തു. അതേ ഉമർ റളിയല്ലാഹു ഹജറുൽ അസ്വദ് മുത്തിട്ടില്ലേ, മുത്തിയിരുന്നു. ഹജറുൽ അസ്വദിൽ നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു ചൊന്നെന്തിരെ, കല്ല് നീ ഒരു കല്ല് മാത്രം, നീക്കും ഒരു ഉപകാരാക്കുക ഒരു ഉപദ്രാക്കുകയും സാധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മുത്തിയത് നോക്കിയിട്ടില്ലാണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുത്തലാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതിൽ മാത്രമേ നമുക്ക് ബർക്കത്തെടുക്കുകയില്ലേ, അതല്ലാത്തതെല്ലാം നമുക്ക് ബർക്കത്തെടുക്കുകയില്ല ചൊല്ലൊരു വിഷയം നാം ഗൗരവമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമായിട്ട്. ഏതായെങ്കിലും ഇവിടെ ബൈഅത്തുർ റിദ്വാനില് സഹാബിമാര് അവിടെ എന്താക്കിയാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്താക്കിയാറ്. അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചിട്ട് ഇനി എന്തായാലും നമ്മൾ പെറുത്തിരില്ല, ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോരക്ക് ഞങ്ങൾ ബദലെടുക്കറാ ചൊന്ത് ഗ്യാരണ്ടി ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു വണ്ടി ചർച്ചല്ലായിട്ട് ഉസ്മാൻ റളിയല്ലാഹു ദൂരത്തിൽ ഇങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ ഞാൻ നോക്കിയാറാ ഉസ്മാൻ റളിയല്ലാഹു ബച്ചവായിട്ട് ചൊന്തു ಬೇಗ ഉസ്മാൻ റളിയല്ലാഹുവിനോട് എന്താക്കിയാറ്, അറുകി പിടിച്ചാറ്, സ്വാഗതാക്കിയാറ്. അതിൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു ബന്നെ അതേ മുതുകു സുഹൈൽ ഇങ്ങനെ ബണ്ടിത് നോക്കരുത്. സുഹൈൽ റളിയല്ലാഹു അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിക്കരുത്. സുഹൈലാറ് ഖുറൈശിമാരുടെ ശത്രു നേതാക്കന്മാരിൽ പെട്ട ഒരാളായിട്ടിക്ക്. ആ സുഹൈൽ റൈറ്റിക്കര് ഖുറൈശിമാർ കടത്തിരി ചൊന്നെങ്കിൽ ശത്രുമാർ ഖുറൈശിമാർക്ക് പിടിയേറ്റ് മുസ്ലിമിങ് അവിടെ യുദ്ധത്തിക്ക് റെഡിയായിറാറ്, എല്ലാത്തിനും തയ്യാറായിട്ടുള്ളാർ. അപ്പൊ അത് കേട്ട് ഇനിങ്ങനെ നീണ്ടുപോയെങ്കിൽ നേരാക്കിയെങ്കിൽ ആവല ചൊന്തു ഖുറൈശിമാർ എന്താക്കിற സുഹൈൽ റൊട്ടി കടത്തുറാറ്. സുഹൈൽ കൊടുത്തുറാറ് ഒപ്പಂದത്തിക്ക് ಒಪ್ಪಂದಾಕಿ ಬರೋ ഒരു കരാറിങ്ങനെ ഒപ്പಂದಾಕಿ ಬರೋಗೈಟ್ ಕರ್ತ ಮಾತ್ರ ಆ ಒಪ್ಪಂದ ಹಾಕು ಹೋಗ್ಬಿಟ್ಟು ಸುಹೈಲ್ ರೊಟ್ಟಿಗೆ ಚೊಲ್ರಿ ಅಂದ್ರೆ ಎಂದಾಯ್ಗು ಮುಸ್ಲಿಮಿಂಗಳೊಟ್ಟು ಈ ವರ್ಷವರೆಗೂ ಈ ವರ್ಷ ಉಮ್ರಾಕು ಬುಡಗಿತೀರ ಅದಕ್ಕೆಂದ ಹಿಂಗೆ ಒಪ್ಪುತ್ತೀರ. ಕಾರಣ എന്താ വെച്ചാൽ ഈ വർഷം ಬಂದಿಂತಾಂಗೆ ആൾമാർ ഞങ്ങളെ തമസാക്കുവാറ്, ഞങ്ങളെ ഇസ്സത്ത് പോണ്ടു. മുസ്ലിമിങ്ങ വന്നാറ് ഒരു കേറുമാക്കാണ്ട് അങ്ങ് ഉമ്രാക്കി പോയാറ്. അപ്പൊ ഞങ്ങളെ ഇസ്സത്ത് ഇല്ലാണ്ട് അവർ അത് കഴിത്ത് എത്ര വലിയ ഒപ്പಂದಾയെങ്കു ഈ വർഷം മുസ്ലിമിങ് എന്തായെങ്കും ಬರಗುತ್ತೀರಾ, ಅದಕ್ಕೆಂದೇ ಒಪ್ಪುತ್ತೀರಾ ಚೊಂತು ಚೊಂತೈಟಿಕ್ರಿ ഖുറൈശിമാർ എന്താക്രി സുഹൈൽറെ ഒപ്പಂದത്തിൽ കർത്തരി. അങ്ങനെ സുഹൈൽ ഇങ്ങനെ ബണ്ടിത് നോക്കുമ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയವರು ഖുറൈശിമാർ ഒപ്പಂದത്തിൽ റെഡി ആയിരാറ്. അങ്ങനെ സുഹൈൽ ബണ്ടിത് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ലഖദ് സഹുലക്കും അംറക്കും, നിങ്ങളെ കാര്യത സുലാഭായിട്ട് കിട്ടറ്. സുഹൈൽ ചൊല്ற ആ ഒരു വേർഡ് അർത്ഥം എന്തിന് സുലാഭാക്കരുതുണ്ടായിട്ട്. അപ്പൊ ഒരു നല്ല പേര് വയ്ക്കരുതും നല്ലൊരു കാര്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു ഇന്ന ഒരു കാര്യമായിട്ട് നല്ല പേര് വയ്ക്കരുത്. അപ്പൊ ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനെ കാണുമ്പോഴത്തേക്ക് ചൊന്തു നിങ്ങളെ ಕಾರ್ಯ എളുപ്പാക്കുകയിട്ട് നിങ്ങളെ ಕಾರ್ಯ സുലാഭാക്കുകയിട്ട് സുഹൈൽ ബന്ധമുണ്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലರು. അങ്ങനെ ഇത്തിക്കറി പിന്നെ സുഹൈൽ ಬಂತವ್ರು ಒಪ್ಪಂದ നടക്കರೆ. ഇൻഷാ അല്ലാഹ് ആ ഒപ്പಂದ ಎಂದ್ರೆ ചൊല്ലறതും അവിടെ ഇൻജസ്റ്റിസ് ആയിട്ടും മുസ്ലിമിങ്ങ സ്വബറെടുക്കിற ಅವರು ഇതെന്തേ ചൊല്ലറതും ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.